ഞങ്ങൾ താമസിക്കുന്നത് വനപ്രദേശത്തൊന്നും അല്ലെങ്കിലും ഇവിടെ കാട്ടുപന്നിയുടെ ശല്യം ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. ചീനിത്തോട്ടങ്ങളാണത്രേ ആൾ പ്രധാനമായിട്ട് ഉന്നം വെക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു, എനിക്കാകെ ടെൻഷനാവുന്നു, എൻ്റെ ചീനിത്തോട്ടം പന്നി കൊണ്ടുപോകുമെന്ന്. ഇതാണ് എൻ്റെ ചീനിത്തോട്ടം. 10 കമ്പ് തികച്ച് വെക്കണമെന്ന് വിചാരിച്ചതാ. പക്ഷേ സ്ഥലത്തിൻ്റെ പരിമിതി പറഞ്ഞു 7 മതി, അത് മതിയെന്ന്. മതിയെന്ന് ഞാനും പറഞ്ഞു. ഇനി ഇത് വിളവെടുക്കുന്നിടം വരെ മനസ്സിലൊരു തീയാ. ഇതെനിക്ക് അമ്മ തന്ന റെഡ് ലേഡി പപ്പായയുടെ തൈയാണേ. ഇതിപ്പോൾ വളർന്ന് എൻ്റെ അത്രയും പൊക്കമായിട്ടുണ്ട്. പൂത്തൊലയുകയും ചെയ്തു. പൂ കണ്ടപ്പോൾ അമ്മ പറഞ്ഞു, പണി കിട്ടി, ഇവൻ ആൺകുട്ടിയാണ്, കായ്ക്കൊന്നുമില്ല, മാത്രമല്ല ലക്ഷണക്കേടാണ്, വെട്ടിക്കളഞ്ഞേക്കാൻ. വെട്ടിക്കളയാൻ എനിക്ക് തോന്നാത്തത് കൊണ്ട് അവനിപ്പോൾ അഭിമാനത്തോടുകൂടെ തലയുയർത്തി പിടിച്ച് നിൽപ്പുണ്ട്. അവിടെ നിന്നോട്ടെ. ഉള്ള സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് 5-6 പച്ചമുളകിൻ്റെ തൈയും നട്ടു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വളമൊക്കെ ചേർത്ത് നട്ടതുകൊണ്ടാവാം കുഴപ്പമില്ലാത്ത കായ്കളും ഉണ്ട്. ഇനിയുള്ളത് തക്കാളിക്കുട്ടന്മാരാ. ഒരുപാടൊന്നുമില്ല, എന്നാലും ഉള്ളത് നല്ല ആരോഗ്യത്തോടു കൂടെ നിൽപ്പുണ്ട്. അപ്പോഴാണ് ഒരു സുന്ദരിക്കുട്ടി അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടത്. നല്ല ചന്തം ഉണ്ടായിരുന്നു. ആ തക്കാളി ചെടിക്ക് നല്ലൊരു മാറ്റി കൊടുക്കുന്നുണ്ട് ആൾ. നിന്നെ ഞാനിങ്ങ് എടുക്കാടി സുന്ദരിക്കുട്ടിയെന്നും പറഞ്ഞ് ആളെ ഞാനിങ്ങ് പറിച്ചെടുത്തു. 1-2 ഉള്ളൂവെങ്കിലും നമ്മൾ നട്ട് വളർത്തി അതിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾ ആണെങ്കിലും കാണുന്നതും കഴിക്കുന്നതും ഒക്കെ മനസ്സിനൊരു കുളിർമയാണല്ലോ അല്ലേ.